തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ മുന്നണിയിൽ രണ്ട് പേരുകളാണല്ലോ കേൾക്കുന്നത്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും. അവരെ താരതമ്യം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ നടക്കുന്നത്. മോദിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ശ്രമം രാഹുലിനെ സ്ത്രീവിരുദ്ധനാക്കുക എന്നതായിരുന്നു. റാഫേൽ യുദ്ധവിമാന ഇടപാടിലെ അഴിമതി വിടാതെ പിന്തുടരുകയാണല്ലോ രാഹുൽ ഗാന്ധി. അതിൽ നിന്ന് രാഹുലിനെ പിന്തിരിപ്പിക്കുകയായിരുന്നു മോദിയുടെ ലക്ഷ്യം. അതിനു മുൻപ് രാഹുൽ എന്തു പറഞ്ഞാലും പപ്പുമോനെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന BJP വൃന്ദം പക്ഷെ ഇപ്പോൾ ഇത്രയും രൂക്ഷമായ കടന്നുകയറ്റം രാഹുൽ നടത്തിയിട്ടും ആ വിളി ആവർത്തിക്കാൻ തുനിഞ്ഞില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ആ വിളിക്കപ്പുറം രാഹുൽ വളർന്നുവന്ന എതിരാളികൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നു. നരേന്ദ്രമോദിയുടെ പരിഹാസങ്ങളെ രാഹുൽ നേരിട്ട കുറച്ച് പഴയ രീതി ഇപ്പോൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. തനിക്കെതിരെ നടക്കുന്ന അധിക്ഷേപ പ്രചരണം പാർലമെന്റിൽ എണ്ണിപ്പറഞ്ഞ രാഹുൽ ആ പ്രസംഗത്തിന്റെ അവസാനം ചെയ്ത പണി സാക്ഷാൽ മോദിയെ കെട്ടിപ്പിടിച്ചു കളഞ്ഞു. രാഹുൽ നേരെ ചെന്ന് മോദിയെ കെട്ടിപ്പിടരുകയായിരുന്നു. വ്യക്തിഹത്യയ്ക്ക് അങ്ങനെ ഒരു മരുന്നുണ്ടെന്ന കാര്യം മോദിക്ക് അറിഞ്ഞുകൂടായിരുന്നു. രാഷ്ട്രീയത്തിൽ മോദിക്ക് വഴങ്ങാത്ത ഒരിടം രാഹുൽ സ്ഥാപിച്ചെടുത്തത് അന്നായിരുന്നു. തന്നെ തെറിവിളിക്കുന്നവരെ പുണരാൻ നെഞ്ചളവും വീരകഥകളും മാത്രം പോരെന്നും സ്നേഹിക്കാവുന്ന ഒരു മനസ്സ് വേണമെന്നും എത്ര ലളിതസുന്ദരമായാണ് അന്ന് രാഹുൽ പ്രഖ്യാപിച്ചത്. രാഹുലിനെയും മോദിയെയും താരതമ്യം ചെയ്യാനുള്ള ആദ്യ അവസരം കൂടിയായി അത് മാറി. അതോടെയാണ് പപ്പു എന്ന പരിഹാസത്തിൽ നിന്ന് മോദിപക്ഷം അകന്നത്. പകരം മോദി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രാഹുലിനെയും കുടുംബത്തെയും വിമർശിക്കാൻ തുടങ്ങി. എന്തിനും ഏതിനും നെഹ്റുവിനെ വിമർശിക്കുകയാണ് അദ്ദേഹത്തിന്റെ രീതി. പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം കൂടിയായതോടെ അതിന്റെ അളവ് കൂടുകയായിരുന്നു. കുടുംബാധിപത്യമാണ് കോൺഗ്രസിലെന്ന് എടുത്തു പറഞ്ഞ അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു. രാഹുൽ പരാജയമായതുകൊണ്ടാണ് പ്രിയങ്കയെ ഇറക്കിയതെന്ന്. ഇതിനെ രാഹുൽ എങ്ങനെ നേരിടുമെന്നാണ് ജനം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ മോദിക്ക് തകർപ്പൻ മറുപടിയുമായി രാഹുൽ വന്നിരിക്കുന്നു. താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കാറുണ്ടെങ്കിലും അദ്ദേഹത്തെ വെറുക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഭുവനേശ്വറിൽ ദ ഒഡീഷ ഡയലോഗ് എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ പ്രസ്താവിച്ചത്. രാഹുലിന്റെ ഈ വാക്കുകൾ തന്നെയും മോദിയെയും ജനത്തിന് താരതമ്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ബോധപൂർവ്വം പ്രയോഗിച്ചതാണെന്ന് തോന്നും. താൻ RSSൽ നിന്നും BJPയിൽ നിന്നും നേരിടുന്ന അധിക്ഷേപങ്ങൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും തന്നെ വളരാൻ സഹായിച്ചെന്നാണ് രാഹുൽ പറയുന്നത്. മോദിയോട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായങ്ങളോടും അദ്ദേഹത്തിനും എതിർപ്പുണ്ടാകും. മോദിക്കെതിരെ ഞാൻ പോരാടും. അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ഞാൻ താഴെ ഇറക്കിയിരിക്കും. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ വെറുക്കുന്നുവെന്ന് അർത്ഥമില്ല. കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തെ പരിഹസിച്ച മോദിക്ക് രാഹുൽ കൊടുത്ത മറുപടി കോൺഗ്രസ് ജനങ്ങളോട് സംവദിക്കുന്ന പാർട്ടിയാണെന്നാണ്. മോദിയോടോ BJPയോടോ അങ്ങോട്ട് ഒന്നും പറയാനില്ല. അവരുമായി സംവാദം സാധ്യമല്ല. ഇതാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്ന രാഹുലിന്റെ മറുപടിയിലും താരതമ്യത്തിന്റെ സാധ്യതയാണ് രാഹുൽ തുറന്നു വച്ചത്. കുടുംബാധിപത്യം എന്നത് വെറും ആക്ഷേപം മാത്രമാണെന്നും ഇന്ത്യയിൽ നടക്കുന്ന ഇപ്പോഴത്തെ യുദ്ധം ഏകാധിപത്യവും ജനാധിപത്യവും തമ്മിലാണെന്നും വ്യക്തമായി പറയാൻ രാഹുലിന് കഴിഞ്ഞു. ആ യുദ്ധത്തിൽ തനിക്ക് അക്രമത്തിന്റെയോ അധിക്ഷേപത്തിന്റെയോ ഭാഷയില്ല ഉള്ളതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.